27 ജൂലൈ 2026 ലോകം ഉറക്കമുണർന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ കസ്റ്റമർ ഡേറ്റ റിപ്പോർട്ടഡ്ലി ലീക്ഡ് ഓൺ ദ ഡാർക്ക് വെബ്, ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർവേ എന്ന റോയിറ്റേഴ്സ് വാർത്ത. റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ച് ദ ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും അടക്കമുള്ള പ്രമുഖ വാർത്താ ഏജൻസികൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലും സമാനമായ ഒരു വിവരച്ചോർച്ച ടാറ്റ കമ്പനിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരുന്നു. വരാനിരിക്കുന്ന iPhone 18 പ്രോയുടെ പല കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അന്ന് ചോർന്നതായിട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കൂടെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിവരച്ചോർച്ച ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റിയുള്ള അന്വേഷണങ്ങളുടെ അവസാനം എത്തിച്ചേരുന്നത് ഒരിടത്തായിരിക്കും അവസാനം ഡാർക്ക് വെബിൽ. എന്താണ് ഡാർക്ക് വെബ്? ഡാർക്ക് വെബ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് ഹാക്കർമാർ, കുറ്റവാളികൾ, മയക്കുമരുന്ന് കച്ചവടം, രഹസ്യ ഇടപാടുകൾ എന്നിവയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഡാർക്ക് വെബ്? ഡാർക്ക് വെബിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിനെക്കുറിച്ച് അറിയണം. നമ്മളിൽ പലരും ഇൻ്റർനെറ്റ് എന്നത് ഗൂഗിൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവ മാത്രമാണെന്ന് കരുതാറുണ്ട്. പക്ഷെ സത്യം അതല്ല. യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റിനെ 3 പ്രധാന ഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാം. അതായത് സർഫസ് വെബ്, ഡീപ്പ് വെബ്, ഡാർക്ക് വെബ്. ആദ്യം സർഫസ് വെബ്. ഇതാണ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഭാഗം. ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ തിരഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന വെബ്സൈറ്റുകളെല്ലാം ഇതിൽ ഉൾപ്പെടും. യൂട്യൂബ്, വിക്കിപീഡിയ, വാർത്താ വെബ്സൈറ്റുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ എന്നിവയെല്ലാം സർഫസ് വെബിലാണുള്ളത്. എല്ലാവർക്കും സ്വതന്ത്രമായി പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്. അടുത്തത് ഡീപ്പ് വെബ്. പേര് കേട്ടാരും പേടിക്കേണ്ട കാര്യമില്ല. ഡീപ്പ് വെബ് എന്നത് നിയമവിരുദ്ധമായ ഒന്നല്ല. ഗൂഗിളിൽ തിരഞ്ഞാൽ കാണാൻ കഴിയാത്ത, എന്നാൽ ലോഗിൻ ചെയ്താൽ മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങളാണ് ഡീപ്പ് വെബിലുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ജിമെയിൽ ഇൻബോക്സ്, ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട്, കോളേജ് വിദ്യാർത്ഥികളുടെ പോർട്ടൽ, ആശുപത്രികളുടെ മെഡിക്കൽ റെക്കോർഡ്സ്, സർക്കാർ സ്ഥാപനങ്ങളുടെ സ്വകാര്യ ഡേറ്റാബേസുകൾ എന്നിവയൊക്കെ ഡീപ്പ് വെബിൻ്റെ ഭാഗമാണ്. അവസാനമായി ഡാർക്ക് വെബ്. ഡാർക്ക് വെബ് എന്നത് ഡീപ്പ് വെബിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇത് സാധാരണ ക്രോം അല്ലെങ്കിൽ സഫാരി പോലുള്ള ബ്രൗസറുകൾ ഉപയോഗിച്ച് തുറക്കാൻ സാധിക്കുകയില്ല. സാധാരണയായി ടോർ പോലുള്ള പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. എങ്ങനെയാണ് ഡാർക്ക് വെബ് ഇത്ര കുപ്രസിദ്ധി ആർജിച്ചത്? നമുക്ക് നോക്കാം. ഏതൊരു കാര്യത്തിനും നല്ല വശങ്ങളും ഉണ്ടാകും, ചീത്ത വശങ്ങളും ഉണ്ടാകും. കൂടുതൽ ആളുകളും ഡാർക്ക് വെബിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തി മോശമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് മുതലാണ് ഡാർക്ക് വെബിന് ഈ കുപ്രസിദ്ധി കൈവന്നത്. ഇനി ഡാർക്ക് വെബിൽ നടക്കുന്നുവെന്ന് നല്ലൊരു ശതമാനം ആളുകളും വിശ്വസിക്കുന്ന കുറച്ച് നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. 1. ലഹരി മരുന്നുകളുടെ വിൽപ്പന. 2. വ്യാജ പാസ്പോർട്ടുകളും വ്യാജരേഖകളും, മോഷ്ടിക്കപ്പെട്ട ATM കാർഡ് വിവരങ്ങൾ എന്നിവയുടെ വിൽപ്പന. 3. ഹാക്കിംഗ് സർവീസസ്. 4. ആയുധങ്ങളുടെ അനധികൃതമായിട്ടുള്ള വിൽപ്പന. 5. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. 6. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ. ഇതിൽ ഞാൻ ആത്മാക്കളെ ഡാർക്ക് വെബിലൂടെ വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയിട്ടുള്ള വിവരങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുപോലെ ഹിറ്റ്മാൻ സർവീസസും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം അതിനൊന്നും ആധികാരികമായിട്ടുള്ള ഒരു തെളിവുകളും എവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഡാർക്ക് വെബിൽ കാണുന്ന ഇത്തരത്തിലുള്ള മജോറിറ്റി സൈറ്റുകളും ഫ്രോഡ് സൈറ്റുകളായിരിക്കും. കാരണം പൈസ കൊടുക്കുന്ന ആളും പൈസ വാങ്ങുന്ന ആളും തമ്മിൽ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും അറിയാൻ സാധിക്കില്ല ഇവർ ആർക്കാണ് പൈസ കൊടുക്കുന്നത് എന്ന്. പിന്നെ ഇവിടെ നിങ്ങൾക്കുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഞാൻ പറയാം. എന്നാൽ പിന്നെ മേൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തികളെല്ലാം നമ്മുടെ നോർമൽ ഇൻ്റർനെറ്റിൽ അങ്ങ് ചെയ്താൽ പോരെയെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നോർമൽ ഇൻ്റർനെറ്റിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ പോലീസ് അവരെ പിടികൂടും എന്നുള്ളതാണ്. എന്നാൽ ഡാർക്ക് വെബിൽ അത്ര എളുപ്പത്തിൽ അവരെ ട്രേസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഡാർക്ക് വെബിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഡാർക്ക് വെബ് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാകുന്നത്? ഡാർക്ക് വെബിൽ നിങ്ങളുടെ വിവരങ്ങൾ പല സെർവറുകളോട് എൻക്രിപ്റ്റ് ചെയ്ത് കടന്നു പോകുന്നതിനാൽ യഥാർത്ഥ IP അഡ്രസ്സും ലൊക്കേഷനുകളും മറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഡാർക്ക് വെബിൽ നമ്മൾ ട്രേസ് ചെയ്യാൻ പ്രയാസമുള്ളതാകുന്നത്. ഇത്രയുമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡാർക്ക് വെബിനെക്കുറിച്ച് രൂപപ്പെടാൻ സാധ്യതയുള്ളത് എന്തായാലും ഒരു പോസിറ്റീവ് ഇമേജ് ആയിരിക്കില്ല. എന്നാൽ ഏതൊരു നാണയത്തിനും 2 വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിനും 2 വശങ്ങളുണ്ട്. നോക്കാം ഡാർക്ക് വെബിൻ്റെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന നല്ല വശങ്ങളെ പറ്റിയിട്ട്. 1. പ്രൈവസി ആൻഡ് അനോണിമിറ്റി. ഡാർക്ക് വെബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അനോണിമിറ്റിയാണ്. സാധാരണ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ IP അഡ്രസ് പോലുള്ള വിവരങ്ങൾ പല സർവീസസിനും വെബ്സൈറ്റിനും കാണാനായിട്ട് സാധിക്കും.
എന്നാൽ ടോർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഡാർക്ക് വെബിൽ ഉപഭോക്താവിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി മറയ്ക്കാൻ കൂടുതൽ സഹായിക്കുന്ന റൂട്ടിംഗ് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് പ്രൈവസി പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. 2. ജേർണലിസ്റ്റുകൾക്ക് സഹായകരം. ഡാർക്ക് വെബിൻ്റെ മറ്റൊരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ജേർണലിസമാണ്. ഒരു ജേർണലിസ്റ്റ് സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്ന് കരുതുക. അത്തരം വിവരങ്ങൾ നൽകുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പുറത്തായാൽ അയാളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം അത്. അതുകൊണ്ട് തന്നെ അനോണിമസ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറാൻ ഡാർക്ക് വെബ് കൊണ്ട് സാധിക്കും. 3. വിസിൽ ബ്ലോവേഴ്സ്. ഒരു കമ്പനിക്കുള്ളിലോ സ്ഥാപനത്തിനുള്ളിലോ നടക്കുന്ന അഴിമതി പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ വിവരങ്ങൾ നൽകേണ്ട സാഹചര്യമുണ്ടാകാം. ഇത്തരം വിസിൽ ബ്ലോവേഴ്സിന് അനോണിമിറ്റി നൽകുന്ന സംവിധാനങ്ങൾ വളരെ പ്രയോജനപ്രദമാണ്. 4. സെൻസർഷിപ്പ് മറികടക്കൽ. ചില രാജ്യങ്ങളിൽ വെബ്സൈറ്റ്, ന്യൂസ് സോഴ്സസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നിവ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതോറിറ്റി ബ്ലോക്ക് ചെയ്യാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ സെൻസർഷിപ്പ് മറികടന്ന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പ്രൈവസി നെറ്റ്വർക്ക് സഹായിക്കുന്നു. അതായത് ഡാർക്ക് വെബ് ചിലപ്പോൾ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ സംരക്ഷിക്കുന്നതിനും സഹായിക്കും എന്നർത്ഥം. പക്ഷേ ഒരു കാര്യം, ഡാർക്ക് വെബിന് ലെജിറ്റിമേറ്റ് യൂസേഴ്സ് ഉണ്ടെങ്കിലും അതേ അനോണിമിറ്റി ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഡാർക്ക് വെബ് ഈസ് ഈക്വൽ ടു ഇല്ലീഗൽ എന്ന് പൂർണ്ണമായി പറയാൻ നമുക്ക് സാധിക്കില്ല. ടെക്നോളജി ഇറ്റ്സെൽഫ് ഇല്ലീഗൽ അല്ല, അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇത്രയുമുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.